കഥ ആരംഭിക്കുന്നത് US നേവി സീലായ ക്രിസ് കൈലിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ക്രിസ് എന്ന ഒരു റൂഫ് ടോപ്പിൽ തന്റെ ട്രൂപ്പിന് കാവലായി സ്നൈപ്പറായിരിക്കുകയാണ്. ഇതേസമയം മറ്റൊരു റൂഫ് ടോപ്പിൽ നിൽക്കുന്ന ഒരു യുവാവ് ആരോടോ ഫോണിൽ സംസാരിച്ച് US മിലിറ്ററി കോൺവോയെ നോക്കുന്നത് ക്രിസ് നോക്കിക്കണ്ടു. ക്രിസിന് ചില സംശയങ്ങൾ തോന്നി. അയാൾ ഒരു ചാരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ ഷൂട്ട് ചെയ്യാം എന്നായിരുന്നു ക്രിസിന് നിർദ്ദേശം കിട്ടിയത്. പക്ഷേ ക്രിസ് കൈലിന് അതിൽ ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ നോക്കുമ്പോ അയാൾ അവിടെ കാണുന്നുമില്ല. ക്രിസ് കൈൽ തന്റെ നിരീക്ഷണം തുടർന്നു. അപ്പോഴാണ് അയാൾ അത് കണ്ടത്. ഒരു സ്ത്രീയും ഒരു പയ്യനും ആ ബിൽഡിങ്ങിന്റെ താഴത്തുള്ള ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്നു. ആ ലേഡി അവരുടെ കൈകൾ അനക്കുന്നുണ്ടായിരുന്നില്ല. അവർ എന്തോ ഹോൾഡ് ചെയ്തിട്ടുണ്ട് എന്ന് ക്രിസിന് വ്യക്തമായി. ക്രിസ് വിവരങ്ങൾ കൃത്യമായി തന്റെ ടീമിന് കൈമാറിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് തന്റെ സ്കോപ്പിലൂടെ ആ ലേഡി ആ പയ്യന്റെ കയ്യിലേക്ക് എന്തോ കൊടുക്കുന്നത് ക്രിസ് കണ്ടത്. അതൊരു ഗ്രനേഡാണ് എന്ന് ക്രിസ് ഉറപ്പിച്ചു. ക്രിസ് അത് ട്രൂപ്പിനോട് പറഞ്ഞതും ഷൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് ക്രിസിനെ തേടിയെത്തി. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ അതൊരു കുട്ടിയാണെന്നും തെറ്റുപറ്റിപ്പോവരുത്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നും ക്രിസിനോട് പറഞ്ഞു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് നീങ്ങുന്നു. ക്രിസിന്റെ കുട്ടിക്കാലം. ക്രിസിനെ ഷൂട്ടിങ്ങിനായി വേട്ടയ്ക്കായി എപ്പോഴും അവന്റെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. ക്രിസ് എന്ന ഒരു മാനിനെ വെടിവെച്ചു വീഴ്ത്തി അവന്റെ അച്ഛൻ അവനെ ഒരുപാട് അഭിനന്ദിച്ചു. ക്രിസിനും സന്തോഷം തോന്നി. തന്റെ തോക്ക് താഴെയിട്ട് വെടിവെച്ചിട്ട് മാനിനടുത്തേക്ക് ക്രിസ് വേഗത്തിൽ പോയി. പക്ഷേ അച്ഛൻ അവനെ വിളിച്ചു നിർത്തി. തോക്ക് ശ്രദ്ധയില്ലാതെ കൈകാര്യം ചെയ്തതിന് അവനെ വഴക്ക് പറഞ്ഞു. പിന്നീടൊരിക്കൽ ക്രിസിന്റെ സഹോദരൻ ജെഫിനെ ബുള്ളി ചെയ്ത് ഒരു കുട്ടി ഉപദ്രവിക്കുകയായിരുന്നു. ക്രിസ് അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. ആ കുട്ടിയെ ഇടിച്ചു വീഴ്ത്തി തന്റെ സഹോദരനെ രക്ഷപ്പെടുത്തി. വർഷങ്ങൾക്കിപ്പുറം ക്രിസ് ഒരു യുവാവായി വളർന്നു. റോഡിയോയിലൊക്കെ ക്രിസ് പങ്കെടുക്കുമായിരുന്നു. സഹോദരൻ ജെഫും എപ്പോഴും ക്രിസിനൊപ്പം ഉണ്ടാകും. അവരുടെ സന്തോഷത്തിന്റെ നാളുകൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ടിവിയിൽ ക്രിസ് ഒരു ദിവസം ഒരു വാർത്ത കാണുന്നത്. ടാൻസാനിയയിലും കെനിയയിലും US മിലിറ്ററിക്കും എംബസിക്കും നേർന്ന ആക്രമണം. അമേരിക്കക്കാർക്കെതിരെ ആക്രമണം നടക്കുന്നു. തന്റെ രാജ്യത്തെയും ജനങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യണം എന്ന വല്ലാത്തൊരു വെറി ക്രിസിന്റെ ഉള്ളിൽ ഉടലെടുത്തു. ക്രിസ് മിലിറ്ററിയിൽ ചേരാൻ തന്നെ തീരുമാനിച്ചു. അടുത്ത ദിവസം ക്രിസ് US നേവി ഓഫീസിലെത്തി. അവിടുത്തെ ഒരു റിക്രൂട്ടറെ കണ്ട് സംസാരിച്ചു. സീൽ പ്രോഗ്രാമിൽ ക്രിസ് കൈലിന് താല്പര്യമുണ്ടാകും എന്ന് ചിന്തിച്ച അദ്ദേഹം ഒരു പാംഫ്ലെറ്റ് അയാൾക്ക് കൊടുത്തു. പക്ഷെ അത് നോക്കി താനൊരു നല്ല നീന്തൽക്കാരനല്ല എന്നായിരുന്നു ക്രിസ് പറഞ്ഞത്. റിക്രൂട്ടർ ആ പാംഫ്ലെറ്റ് തിരിച്ചു വാങ്ങി. ഈ ജോലി അങ്ങനെ എല്ലാവർക്കും പറ്റുന്നതല്ല എന്നയാൾ മറുപടി പറഞ്ഞു. പക്ഷേ താൻ ഇവിടെയുള്ള മറ്റുള്ളവരെ പോലല്ല എന്നായിരുന്നു ക്രിസിന്റെ മറുപടി. ക്രിസ് ചിലത് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ആ പ്രോഗ്രാമിൽ ക്രിസ് ജോയിൻ ചെയ്തു. കഠിനമായ പരീക്ഷണങ്ങളും പരീക്ഷകളുമായിരുന്നു ട്രെയിനിങ് കാലയളവിൽ ക്രിസിന് നേരിടേണ്ടി വന്നത്. എല്ലാത്തിനെയും തന്റെ ആത്മധൈര്യം കൊണ്ടും മനോവീര്യം കൊണ്ടും ക്രിസ് അതിജീവിച്ചു. അന്ന് 30 വയസ്സുള്ള ക്രിസിനെ ക്രിസിന്റെ ഏജ് പറഞ്ഞും മറ്റ് കാര്യങ്ങൾ കൊണ്ടും ട്രെയിനിങ് ഓഫീസേഴ്സ് അടക്കം പലതരത്തിൽ ബുള്ളി ചെയ്യാനും പിന്മാറ്റാനും ഒക്കെ ശ്രമിച്ചിരുന്നു. പക്ഷേ തന്റെ തീരുമാനങ്ങളിൽ ക്രിസ് ഉറച്ചു നിന്നു. ഇതിനെല്ലാം ഉപരിയായി സ്നൈപ്പർ ട്രെയിനിങ് നടന്നപ്പോ അവൻ തന്റെ മികവ് കാട്ടി. വേട്ടയ്ക്കൊക്കെ പോയിരുന്നപ്പോ കൃത്യമായി കഴിവ് തെളിയിച്ചതായിരുന്നല്ലോ ക്രിസ്. അതുകൊണ്ട് തന്റെ മികവ് അവിടെ തെളിയിക്കാൻ ക്രിസിന് നന്നായി തന്നെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് ടയ എന്ന പേരുള്ള ഒരു ലേഡിയെ ക്രിസ് പരിചയപ്പെടുന്നത്. ടയയെ ക്രിസിന് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ടയയ്ക്ക് സീലുകളെ വിശ്വാസമുണ്ടായിരുന്നില്ല. അവളുടെ സഹോദരിയെ അതുപോലെ ഒരു മുൻ നേവി സീൽ കളവ് പറഞ്ഞും മറ്റും പറ്റിച്ചിട്ട് പോയതാണ്. എന്തായാലും ഇരുവരും സംസാരിച്ചു. മദ്യപിക്കുന്ന ഷോട്ടുകൾ എടുക്കുന്ന ഒരു മത്സരവും വെച്ചു. കുറച്ചു കഴിഞ്ഞതും ടയക്ക് ഛർദിക്കാൻ വന്നു. അവൾ പുറത്തേക്കോടി. അവൾ ഛർദിക്കുന്ന കണ്ടപ്പോ അങ്ങോട്ടേക്ക് കടന്നു വന്ന ക്രിസ് ആകട്ടെ അവളുടെ മുടി പിന്നിലേക്കൊക്കെ പിടിച്ചുകൊടുത്ത് അവളെ സഹായിച്ചു. താൻ വിചാരിച്ച പോലല്ല ക്രിസ് കൈല് തരക്കേടില്ലാത്ത നല്ലൊരു മനുഷ്യനാണ് എന്ന് ടയയ്ക്കും തോന്നി. പിന്നീട് ക്രിസ് പലതവണ ടയയെ വിളിച്ചു. ഒടുവിൽ ഇരുവരും ഡേറ്റ് ചെയ്യാനായി ആരംഭിച്ചു. അധികം വൈകാതെ അവരുടെ വിവാഹവും നടന്നു. അപ്പോഴേക്കും ക്രിസിന്റെ ട്രെയിനിങ് ഒക്കെ പൂർണ്ണമായി. ക്രിസ് നേവിയിലെ ഒരു മെമ്പറായി കഴിഞ്ഞിരുന്നു. വിവാഹ ദിവസമാണ് ആ ഒരു ഓഫർ ക്രിസിനെയും സംഘത്തെയും തേടിയെത്തുന്നത്. ഇറാഖിലേക്ക് യുദ്ധത്തിനായി അവർക്ക് പുറപ്പെടണം. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. ക്രിസ് ആ കുട്ടിയുടെ കാര്യത്തിൽ കൺഫ്യൂസ്ഡായി നിൽക്കുന്ന സമയം ആ പയ്യൻ കയ്യിൽ കിട്ടിയ ഗ്രനേഡുമായി കോൺവോയ്ക്ക് നേരെ എറിയാൻ പാഞ്ഞെടുത്തു. ക്രിസ് ഒട്ടും മടിച്ചില്ല. ആ കുട്ടിയെ വെടിവെച്ചു വീഴ്ത്തി. അമേരിക്കൻ മിലിറ്ററിയുടെ കോൺവോയ് സുരക്ഷിതമായി. തൊട്ടുപുറകെ ആ ലേഡി ആ പയ്യന്റെ മൃതശരീരത്തിനടുത്തേക്ക് ഓടി വന്നു. പക്ഷെ അവർ ആ പയ്യനെ നോക്കാതെ ഗ്രനേഡ് എടുത്ത് എറിയാനായിരുന്നു പോയത്. ക്രിസ് അവരെയും വെടിവെച്ച് വീഴ്ത്തി. അപ്പോഴേക്കും അവർ ആ ഗ്രനേഡ് എറിഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും വെടിയേറ്റ് വീണതുകൊണ്ട് ഗ്രനേഡ് ലക്ഷ്യം തെറ്റി വീണു.
കോൺവോയ് സുരക്ഷിതമായി. ക്രിസ് കൈൽ അന്ന് ബേസ് ക്യാമ്പിലേക്ക് എത്തി. ക്രിസ് കൈലിന്റെ കൂടെയുണ്ടായിരുന്ന മറ്റ് സീലുകൾ ക്രിസിനെ അഭിനന്ദനം അറിയിച്ചു. ക്രിസിന്റെ ലൈഫിലെ ആദ്യ കൊലപാതകങ്ങളായിരുന്നു അത്. തീവ്രവാദ സംഘടനയുടെ ലീഡറായ ഒരാളെ പിടികൂടലായിരുന്നു അത്തവണ ആ സംഘത്തിന്റെ ദൗത്യം. വീടുകൾ തോറും കേന്ദ്രീകരിച്ച് അവർ സെർച്ച് നടത്തിയും മറ്റും മുന്നിട്ടുകൊണ്ടിരുന്നു. അവർക്ക് പ്രൊട്ടക്ഷനായി ക്രിസ് എപ്പോഴും അവർക്ക് മുകളിൽ ഏതെങ്കിലും ഒരു റൂഫ് ടോപ്പിലുണ്ടായിരുന്നു. കോൺവോയെ ആക്രമിക്കാൻ ശ്രമിച്ച പല തീവ്രവാദികളെയും ഈ ഒരു സമയത്ത് കൈലിനെ വെടിവെച്ചു കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. തന്റെ ജോലിയിൽ അയാൾ വളരെയധികം കമ്മിറ്റഡ് ആയിരുന്നു. താനിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് മൂത്രമൊഴിക്കാൻ പോലും അല്പനേരത്തേക്ക് മാറാൻ അയാൾ കൂട്ടാക്കിയിരുന്നില്ല. പലതവണ നിന്നയിടത്ത് തന്നെ അയാൾ മൂത്രമൊഴിച്ചിട്ട് പോലുമുണ്ട്. അടുത്ത ഷിഫ്റ്റിൽ കൈൽ 6 പേരെ കൊന്നിരുന്നു. മറ്റെല്ലാ സ്നൈപ്പേഴ്സിന്റെയും കില്ലിന്റെ എണ്ണമെടുത്താലും അത്രത്തോളം എത്തില്ലായിരുന്നു. കൈല് തന്റെ മികവ് തെളിയിച്ചുകൊണ്ടേയിരുന്നു. വൈകാതെ തന്റെ സഹപ്രവർത്തകർക്കിടയിൽ ദ ലെജൻഡ് എന്നൊരു നിക്നെയിമും കൈലിന് വീണ് കിട്ടി. എല്ലാത്തിലും ഉപരിയായി കൈലിൽ നിന്നുള്ള ത്രെട്ട് കൂടിയപ്പോ തീവ്രവാദ സംഘടന കൈലിന്റെ തലയ്ക്ക് വലിയൊരു തുക വിലയിട്ടു. അപ്പോഴാണ് മുസ്തഫ എന്ന പേരുള്ള തീവ്രവാദ സംഘടനയുടെ സ്നൈപ്പറായ മുസ്തഫയെ പറ്റി കൈലറിയുന്നത്. മുസ്തഫ മുമ്പ് ഒളിമ്പിക് വിന്നറൊക്കെയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിലവിൽ തീവ്രവാദിയായി മാറിയിരിക്കുന്നു. ഇതിനിടയിലൊക്കെ കൈല് തന്റെ ഭാര്യയുമായി സംസാരിക്കാറുണ്ടായിരുന്നു. കൈലിന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ പറയാൻ കൈലിന്റെ ഭാര്യ കൈലിനോട് പറയുമെങ്കിലും കൈല് പലപ്പോഴും മടിച്ചിരുന്നു. എന്നിരുന്നാലും തമാശ ഉണ്ടാവുന്ന ചില കാര്യങ്ങളും ചിരിയും മറ്റുമൊക്കെ അവളുമായി അയാൾ പങ്കുവെച്ചു. ആ സമയത്താണ് കൈലിനെ തേടി ആ ഒരു വിവരവും കൂടി എത്തുന്നത്. കൈലിന്റെ സഹോദരനെയും ഇറാഖിലേക്ക് US മിലിറ്ററി അയച്ചിട്ടുണ്ടെന്ന്. വീണ്ടും ദിവസങ്ങൾ മുമ്പോട്ടേക്ക് പോയി. എപ്പോഴും കൈൽ റൂഫ് ടോപ്പിൽ നിന്ന് കോൺവോയെ പ്രൊട്ടക്ട് ചെയ്യലാണല്ലോ. കോൺവോയ്ക്കൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം അയാൾക്കുണ്ടായിരുന്നു. തനിക്ക് കിട്ടിയ ട്രെയിനിങ് വെച്ച് ഇപ്പോ ജോലി ചെയ്യുന്ന മറൈൻസിനേക്കാളും നന്നായി ആ ജോലി ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം കൈലിനുണ്ടായിരുന്നു. ബിൽഡിങ്ങിനകത്താവുമ്പോ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ കൈലിന് സാധിക്കില്ല. കൈലിനെ അത് ഒരുപാട് വറീഡാക്കിയിരുന്നു. ഒടുവിൽ ഓവർവാച്ച് ചെയ്യുന്ന തന്റെ പൊസിഷൻ വിട്ട് മറൈൻസിനൊപ്പം കോൺവോയ്ക്കൊപ്പം പോകുവാൻ കൈല് തീരുമാനിച്ചു. ലെജൻഡിനെ തങ്ങളുടെ കൂടെ കൂട്ടാൻ മറൈൻസിനും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ വീടുകൾ കയറി ഇറങ്ങി പരിശോധന നടത്തുമ്പോ ആ കൂട്ടത്തിലെ ഒരു വീട്ടുകാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവാൻ തയ്യാറായിരുന്നില്ല. അത് തങ്ങളുടെ വീടാണെന്നും അങ്ങനെ പോവാൻ പറ്റില്ല എന്നുമായിരുന്നു അവർ പറഞ്ഞത്. കൈല് പിന്നാലെ ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെ അയാളെ ചോദ്യം ചെയ്തു. തങ്ങൾ അന്വേഷിക്കുന്ന തീവ്രവാദ സംഘടനയുടെ തലവന്റെ ഫോട്ടോ കാണിച്ച് അയാളെ അറിയുമോ എന്നും ചോദിച്ചു. അയാളിൽ നിന്ന് അവർക്കൊരു വിവരം ലഭിച്ചു. അവരന്വേഷിക്കുന്നത് സർക്കാവി എന്ന തീവ്രവാദ സംഘടനയുടെ തലവനെയാണ്. അയാളുടെ വലങ്കയ്യായ ഒരു വ്യക്തിയുണ്ട്. ബുച്ചർ എന്നാണ് അയാൾ വിളിക്കപ്പെടുന്നത്. $1,00,000 തന്നാൽ വിവരം കൈമാറാം എന്ന് അയാൾ പറഞ്ഞു. കൈലതിന് സമ്മതിക്കുകയും ചെയ്തു. പിന്നാലെ കൈല വിവരം പരിശോധിച്ചു. ടീമിന്റെ സഹായത്തോടെ പരിശോധിച്ച വിവരം പൂർണ്ണമായും ശരിയാണ് എന്ന് കൈല് മനസ്സിലാക്കി. അതോടെ അയാൾക്ക് പണം കൊടുത്ത് വിവരം കരസ്ഥമാക്കാൻ കൈലിന്റെ ട്രൂപ്പ് തീരുമാനിച്ചു. പണവുമായി അവർ അയാളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആ പോകുന്ന വഴിക്ക് കൈലിന്റെ ഭാര്യ ടയ കൈലിനെ കോൾ ചെയ്യുന്നുണ്ട്. സന്തോഷത്തോടെ ടയ വിവരം അറിയിച്ചു. തങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞാണെന്ന്. കൈലിനും ഒരുപാട് സന്തോഷമായി. കൂടെയുള്ളവരോട് കൈല വിവരം ഷെയർ ചെയ്തു. പെട്ടെന്നായിരുന്നു അവരുടെ വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. ആ തിരക്കിനിടയിൽ കൈല് ഫോൺ താഴെയിട്ടു. വെടിയൊച്ചയുടെ ശബ്ദവും അലർച്ചയുമൊക്കെ ഫോണിലൂടെ കേട്ട ടയ വല്ലാതെ ഭയപ്പെടുന്നുണ്ടായിരുന്നു. ദൂരെ നിന്നും തീവ്രവാദ സംഘടനയുടെ സ്നൈപ്പറായ മുസ്തഫ അവരെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. ഇതേ സമയം ബുച്ചർ എന്ന ആ വ്യക്തിയാകട്ടെ അമേരിക്കൻ മിലിറ്ററിയോട് തങ്ങളെ ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ ആ വ്യക്തിയുടെ ഇളയ മകനെ പിടികൂടി ക്രൂരമായി ആ ചെറിയ കുട്ടിയെ അയാൾ കൊന്നുകളഞ്ഞു. അമേരിക്കൻ മിലിറ്ററിക്ക് വിവരം ചോർത്തിക്കൊടുത്ത ആ മനുഷ്യനെയും ബച്ചറിന്റെ ആളുകൾ ഉപദ്രവിച്ചു. US മിലിറ്ററിയെ സഹായിക്കുന്നവർക്ക് ഇതായിരിക്കും വിധിയെന്ന മട്ടിൽ അയാൾ വാൺ ചെയ്യുകയും ചെയ്തു. പിന്നാലെ തന്റെ വാഹനത്തിൽ ബുച്ചറും സംഘവും പുറപ്പെട്ടു പോയി. പിന്നാലെയായിരുന്നു അങ്ങോട്ടേക്ക് അമേരിക്കൻ മിലിറ്ററി എത്തിച്ചേരുന്നത്. ബുച്ചറിനെ പിടികൂടാൻ അവർക്ക് സാധിച്ചതേയില്ല. കുറച്ച് നാളുകൾ കൂടി കടന്നുപോയി. ആദ്യഘട്ട ദൗത്യം അവസാനിച്ച് കൈലിന് ലീവ് ലഭിച്ചു. കൈൽ അമേരിക്കയിലേക്ക് തിരികെ യാത്ര തിരിച്ചു. അമേരിക്കയിൽ അവനെ സ്വീകരിക്കാൻ കൈലിന്റെ ഭാര്യ ടയ എത്തിയിരുന്നു. അവൾ പൂർണ്ണ ഗർഭിണിയാണ്. അധികം വൈകാതെ ടയയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അവർ ആശുപത്രിയിൽ പോയി. കൈലിനെയും അവിടെ വെച്ച് പരിശോധിച്ചു. കൈലിന്റെ BP വളരെയധികം ഹൈ ആയിരുന്നു. തനിക്ക് കുഴപ്പമില്ല, താൻ ഓക്കെയാണ് എന്നായിരുന്നു അപ്പോഴും കൈലിന്റെ മറുപടി. അധികം വൈകാതെ അവർക്ക് കുട്ടി പിറന്നു. കുറച്ചു നാളുകൾ കൂടി കടന്നുപോയി. കൈലിന് അടുത്ത ഘട്ട ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായി. ബുച്ചറിനെ പിടികൂടലായിരുന്നു അത്തവണത്തെ അവരുടെ ടീമിന്റെ ലക്ഷ്യം. ബുച്ചറിന്റെ തലക്കിട്ട വില അതോടെ വർദ്ധിച്ചു കഴിഞ്ഞിരുന്നു. അത്തവണ ഒരു ടീമിനെ നയിക്കുന്നത് കൈല് തന്നെ നേരിട്ടായിരുന്നു. കൈലിനൊപ്പം നേരത്തെ പ്രവർത്തിച്ച മറ്റു ചില കോംറേഡ്സുമുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായി
ആളായിരുന്നു മാർക്ക് എന്ന വ്യക്തി. തുടർച്ചയായി നടക്കുന്ന യുദ്ധത്തെപ്പറ്റി അയാൾക്കൊരുതരം പശ്ചാത്താപമുണ്ടായിരുന്നു. മനുഷ്യന്മാരെ തന്നെയാണല്ലോ അവർ കൊന്നുതള്ളുന്നതും. പക്ഷേ കയ്യിൽ അയാളെ ഓർമ്മിപ്പിച്ചു, തങ്ങൾ പൊരുതുന്നത് തങ്ങളുടെ രാജ്യത്തിനു വേണ്ടിയിട്ടാണ്, തങ്ങളുടെ ജനതയ്ക്കും. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു തെറ്റുമില്ല. തുടർന്നുള്ള അന്വേഷണത്തിലും മറ്റുമായി അവരുടെ സംഘത്തിന് ഒരു രഹസ്യ വിവരം ലഭിച്ചു. ബുച്ചർ ഒരു വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന്. അവർ അതിനടുത്തുള്ള വീട് പിടിച്ചെടുത്ത് അതിനകത്ത് കയറി ബുച്ചറുണ്ടെന്ന് പറയപ്പെടുന്ന കെട്ടിടം നിരീക്ഷിക്കാൻ തുടങ്ങി. ആ വീട്ടിലെ താമസക്കാർ തന്നെ പറഞ്ഞത് അങ്ങനെ തീവ്രവാദികളുടെ വിവരമൊന്നും തങ്ങൾക്കറിയില്ലെന്നായിരുന്നു. മിലിറ്ററിയോട് നല്ല രീതിയിൽ ഇടപഴകിയ അയാൾ തന്റെ ഫാമിലിക്കൊപ്പം ഭക്ഷണം കഴിക്കാനും അന്നവിടെ എത്തിയ മിലിറ്ററിക്കാരെ ക്ഷണിച്ചു. കൈലും സംഘവും ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് കൈലൊന്ന് ശ്രദ്ധിച്ചത്. ആ മനുഷ്യന്റെ മുട്ടുകളിൽ കൂടുതൽ നേരം പരിശീലനം ചെയ്ത പോലുള്ള പാടുകളൊക്കെയുണ്ട്. കൈലിന് സംശയം തോന്നി. ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ കൈൽ അവിടം പരിശോധിച്ചു. പരിശോധനയിൽ പണക്കെട്ടുകളും തോക്കുകളും മറ്റും കൈല വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതോടെ അയാളെ പിടികൂടി ബന്ദിയാക്കി കൈല് ചോദ്യം ചെയ്തു. ഒടുവിൽ അയാളെ ബന്ദിയാക്കി ബുച്ചറുള്ള ബിൽഡിംഗിലേക്ക് കയറാനുള്ള വാതിലായി അയാൾ ഉപയോഗിക്കാൻ കൈല് തീരുമാനിച്ചു. അയാളങ്ങനെ കൈലിനും സംഘത്തിനും വഴികാട്ടി. അടുത്തുള്ള വീടിന്റെ വാതിലിൽ അയാൾ പോയി മുട്ടി. വന്നു തുറന്നതൊരു തീവ്രവാദിയായിരുന്നു. ഒരു സ്നൈപ്പർ അയാളോട് ജീവനെടുത്തു. പിന്നാലെ മുട്ടിയ വ്യക്തിയുണ്ടല്ലോ, അയാൾ ആ തീവ്രവാദിയുടെ തോക്കെടുത്ത് മിലിറ്ററിക്കെതിരെ വെടിവെക്കാൻ ആരംഭിച്ചു. കൈലും സംഘവും അയാളെയും വെടിവെച്ചു കൊന്നു. പിന്നാലെ ആ ബിൽഡിങ്ങിനുള്ളിൽ പൂർണ്ണമായും കൈലും സംഘവും തിരച്ചിൽ നടത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ബുച്ചറെ പിടികൂടാൻ അവർക്ക് സാധിച്ചില്ല. ഒരു ടണൽ വഴി അയാൾ രക്ഷപ്പെട്ടു പോയിരുന്നു. പിന്നീട് സെർച്ചുമായി ബന്ധപ്പെട്ട് അവർ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ള ഒരു കോംറേഡ് കൈലിനടുക്കൽ അവിടെ ലോക്കലിൽ നിന്ന് താനൊരു മോതിരം വാങ്ങിയെന്ന കാര്യം അറിയിച്ചു. തിരികെ ചെന്ന് ഗേൾഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യാനുള്ളതാണ് എന്നും അയാൾ പറഞ്ഞിരുന്നു. അയാളുടെ പേര് ബിഗിൾസ് എന്നായിരുന്നു. നിർഭാഗ്യവശാൽ അതിന് പുറകെ നടന്ന ഏറ്റുമുട്ടലിൽ ബിഗിൾസിന് വെടിയേറ്റു. തീവ്രവാദികളുടെ സ്നൈപ്പർ മുസ്തഫയായിരുന്നു ആ വെടിയുതിർത്തത്. സാരമായി പരിക്കേറ്റ ബിഗിൾസിനെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. ഓപ്പറേഷന് പോകുന്നതിനു മുമ്പ് ബിഗിൾസ് ആ മോതിരം കൈലിന് കൈമാറി. തന്റെ എൻഗേജ്മെന്റ് റിംഗായി ഇത് തന്റെ ഗേൾഫ്രണ്ടിന് കൈമാറണം എന്ന് പറഞ്ഞു. കൈലിനും ടീമിനും വെറുതിരിക്കാനാവില്ലല്ലോ. പ്രതികാര നടപടിയുമായി അവരുടെ സംഘം മുമ്പോട്ടേക്ക് നീങ്ങി. പിന്നീട് നടന്നത് ഏറ്റുമുട്ടലുകളായിരുന്നു. ശക്തമായ പോരാട്ടങ്ങളിൽ മാർക്കിന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഓപ്പറേഷനിൽ ബിഗിൾസിന് ജീവൻ തിരികെ ലഭിച്ചു. ബിഗിൾസിനെ അവിടുത്തെ സേവനം അവസാനിപ്പിച്ച് അമേരിക്കയിലേക്ക് തന്നെ തിരികെ അയച്ചു. അത്തവണത്തെ സേവനവും കഴിഞ്ഞപ്പോ കൈല് തിരികെ എത്തി. ഓരോ തവണ ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴും സാധാരണ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കൈലിന് പറ്റുന്നേയുണ്ടായിരുന്നില്ല. അവരുടെ കുടുംബജീവിതം ചില പ്രശ്നങ്ങളാൽ നിറഞ്ഞതാവുന്നുണ്ടായിരുന്നു. കൈല് കുട്ടികളുടെ വളർച്ചാ സമയത്ത് കൂടെയില്ലാത്തതും മെമ്മറീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടാത്തതുമൊക്കെ ടയയ്ക്ക് പരാതിയുള്ള വിഷയങ്ങളായിരുന്നു. പക്ഷേ കൈൽ എപ്പോഴും പറഞ്ഞത്, ഞാൻ നമ്മുടെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടിയാണ് സേവനമനുഷ്ഠിക്കുന്നത്, അതുകൊണ്ട് ചിലതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയായിരുന്നു. ടയയാകട്ടെ ആദ്യം വീടിനും ഞങ്ങൾക്കും സുരക്ഷ നൽകാനും പ്രൊട്ടക്ഷൻ തരാനും കൈലിനോട് പറഞ്ഞു. പക്ഷേ ടയയുടെ വാക്കുകൾ കൈല് കാര്യമായി പരിഗണിച്ചതേയില്ല. വീണ്ടും യുദ്ധമുഖത്തേക്ക് കൈല് തിരിച്ചു. അത്തവണത്തെ ടാസ്ക് കുറച്ചുകൂടി കഠിനമായതായിരുന്നു. പിടിച്ചെടുത്ത സിറ്റിക്ക് കുറുകെ ഒരു മതിൽ കെട്ടാൻ അമേരിക്കൻ മിലിറ്ററി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രദേശത്ത് മതിൽ കെട്ടാനാകുന്നില്ല. ഒരു സ്നൈപ്പർ പട്ടാളക്കാരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുന്നു. അതും 1000 യാർഡ്സിനപ്പുറത്തു നിന്നാണ് സ്നൈപ്പർ ഷൂട്ട് ചെയ്യുന്നത്. മുസ്തഫയായിരിക്കാനാണ് അത് സാധ്യത എന്നായിരുന്നു ടീമിന്റെ വിലയിരുത്തലും. വൈകാതെ അവിടെ ഒരു സാൻഡ് സ്റ്റോമും വരാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. അവിടെയുള്ള ടീമിന്റെ സുരക്ഷയ്ക്കും മറ്റുമായി കൈലും സംഘവും പുറപ്പെട്ടു. അവിടെ ഒരു റൂഫ് ടോപ്പിന് മുകളിൽ സ്നൈപ്പറുമേന്തി കൈലും സംഘവും നിന്നു. താഴെയുള്ളവർക്ക് സുരക്ഷയേകലായിരുന്നു അവരുടെ ലക്ഷ്യം. മുസ്തഫ ഷൂട്ട് ചെയ്യുന്ന ഡിറക്ഷൻ മനസ്സിലാക്കി അങ്ങോട്ടേക്ക് അവർ എയിം ചെയ്തു നിന്നു. പക്ഷേ മുസ്തഫ വേഗത്തിൽ ചുവടുമാറ്റി മറ്റൊരു ഡിറക്ഷനിൽ നിന്ന് മതിൽ പണിതുകൊണ്ടിരുന്ന ഒരു പട്ടാളക്കാരന്റെ ജീവനെടുത്തു. വൈകാതെ സീലുകൾ തങ്ങളുടെ പ്ലാൻ തന്നെ മാറ്റി. കൈലാകട്ടെ മുസ്തഫയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ഒടുവിൽ വളരെയധികം ദൂരെയുള്ള മുസ്തഫയെ കൈല് നോക്കിക്കണ്ടു. 2100 യാർഡിനപ്പുറമായിരുന്നു മുസ്തഫയുണ്ടായിരുന്നത്. അതായത് 1920 മീറ്ററിനപ്പുറം, ഏകദേശം 2 കിലോമീറ്ററിനപ്പുറം. അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകർക്ക് അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൈല് ഷൂട്ട് ചെയ്താൽ മുസ്തഫ കൊല്ലപ്പെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോകും. ശത്രുക്കൾ അവരുള്ള കെട്ടിടമടക്കം വന്നു വളയും.
മുസ്തഫ കൊല്ലപ്പെടുന്ന ശബ്ദം താഴെയുള്ളവർക്ക് എന്തായാലും കേൾക്കാനാകും. അങ്ങനാണെങ്കിൽ തങ്ങളുടെ ട്രൂപ്പിന് നേരെ ആക്രമണം നടക്കും. റിസ്കി സിറ്റുവേഷൻ ആണ്. അവിടെ ഉണ്ടായിരുന്ന ചില സീലുകൾ ബാക്കപ്പിനായി വെയിറ്റ് ചെയ്യാമെന്നും വെടിയുതിർക്കരുത് എന്നും കൈലിനോട് പറഞ്ഞു. പക്ഷേ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ഇതാണ് അവസരമെന്നും അവനെ കൊന്നേക്കാനും പറഞ്ഞു. കൈലിന് തീരുമാനമെടുക്കണമായിരുന്നു. ഒടുവിൽ കയ്യിൽ ഒട്ടും മടിച്ചില്ല. തന്റെ സ്നൈപ്പറിൽ നിന്നും വെടിയുതിർത്തു. ആ വെടിയുണ്ട 2 കിലോമീറ്ററോളം ദൂരം പാഞ്ഞു ചെന്ന് മുസ്തഫയുടെ ജീവനെടുത്തു. പക്ഷെ ആ വെടിയൊച്ച ഉയർന്നു കേട്ടു. താഴെയുണ്ടായിരുന്ന ഇൻസർജന്റുകൾ ആക്റ്റീവായി സീലുകളുള്ള കെട്ടിടത്തിലേക്ക് ആക്രമണവുമായി അവർ കടന്നുവരാൻ ആരംഭിച്ചു. പിന്നെ അവിടെ നടന്നത് ശക്തമായൊരു ഏറ്റുമുട്ടലായിരുന്നു. ഷൂട്ടൌട്ട് ആരംഭിച്ചു. ശത്രുക്കൾ അധികമുണ്ട്. ബാക്കപ്പ് എത്തിയിട്ടുമില്ല. ആകെ പ്രതിസന്ധിയുടെ സമയം. അപ്പോഴാണ് മണൽക്കാറ്റും വീശാൻ ആരംഭിച്ചത്. എന്നിരുന്നാലും ആ പ്രതിസന്ധികൾക്കിടയിലും ശത്രുക്കളോട് പൊരുതി ഒരു തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു കടക്കാൻ കൈലിനും സംഘത്തിനും കഴിഞ്ഞു. അത്തവണത്തെ സേവനത്തിനു ശേഷം കൈല് തിരികെ വീട്ടിലെത്തി. പക്ഷേ സിവിലിയൻ ലൈഫുമായി പൊരുത്തപ്പെടാൻ കൈലിന് സാധിക്കുന്നേയില്ല. യുദ്ധമുഖം കൈലിനെ വല്ലാതെ ഭ്രമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ കൈല് സൈക്യാട്രിസ്റ്റിന്റെ സേവനം തേടി. അയാൾ കൈലിനോട് ചോദിച്ചു, എന്താണ് കൈലിനെ വിഷമിപ്പിക്കുന്നത്? ഒരുപാട് പേരെ കൊന്നു, അതിലുള്ള റിഗ്രറ്റ് ആണോ? അതിനോടകം കൈല് 160 പേരെ കൊന്നിരുന്നു സ്വന്തം രാജ്യത്തിനു വേണ്ടി. അത് വലിയൊരു റെക്കോർഡാണ്. പക്ഷേ കൈല് പറഞ്ഞു, ഞാൻ കൊന്നതോർത്ത് എനിക്കൊരു റിഗ്രറ്റുമില്ല. എനിക്ക് രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയ, പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാതെ പോയ എന്റെ സഹപ്രവർത്തകരെ ഓർത്തു മാത്രമാണ് ഇപ്പോഴും ഞാൻ ദുഃഖിക്കുന്നത്. ചരിത്രത്തിലെ അമേരിക്കയുടെ ഏറ്റവും മികച്ച സ്നൈപ്പേഴ്സിൽ ഒരാളായ കൈലിന്റെ ആ സംസാരം ഡോക്ടറെ അതിശയിപ്പിച്ചിരുന്നു. ഡോക്ടർ കൈലിന് ചില പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു. യുദ്ധത്തിൽ പരിക്കേറ്റ കുറെ വാർ വെറ്ററൻസ് ഉണ്ട്. അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ ഡോക്ടർ കൈലിനെ നിർദ്ദേശിച്ചു. കൈലവർക്ക് സഹായമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അവരെ ട്രെയിൻ ചെയ്തും മറ്റും കൈല ആശ്വാസം കണ്ടെത്തി. ബുദ്ധിമുട്ടുകളിൽ നിന്നൊഴിഞ്ഞു മാറി കൈല തന്റെ ജീവിതത്തിലേക്കും തിരികെ എത്താൻ ആരംഭിച്ചു. ഒടുവിൽ കാര്യങ്ങളൊക്കെ നോർമലായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം, കൃത്യമായി പറഞ്ഞാൽ 2013 ഫെബ്രുവരി 2-ാം തീയതി, എഡ്ഡി റേ എന്ന് പേരുള്ള ഒരു വാർ വെറ്ററൻ, യുദ്ധമുഖത്തെ ട്രോമകൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൈലിന്റെ സഹായം തേടിയെത്തിയത്. കൈല് തന്റെ കുടുംബത്തോട് സന്തോഷത്തോടെ അന്ന് യാത്ര പറഞ്ഞിറങ്ങി. പക്ഷെ അന്ന് ഷൂട്ടിംഗ് റേഞ്ചിൽ വെച്ച് അതേ ക്രിസിന്റെ വെടിയേറ്റ് കൈല് കൊല്ലപ്പെടുകയായിരുന്നു. പിന്നീട് കൈലിന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നപ്പോൾ വളരെ വലിയൊരു ജനാവലി തന്നെ മരണാനന്തര ചടങ്ങുകൾക്ക് തടിച്ചുകൂടിയിരുന്നു. ചരിത്രത്തിലെ മികച്ച സ്നൈപ്പേഴ്സിൽ ഒരാളായി കൈലെന്നും അറിയപ്പെടുന്നു. ക്രിസ് കൈലിന്റെ യഥാർത്ഥ ജീവിതമാണ് പിന്നീട് ചലച്ചിത്രമായി മാറിയത്. ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.